നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. Shall we turn to Numbers chapter 11? സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായം. ഈ അധ്യായത്തിൽ ഒരു പ്രസ്താവന 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ കോപം ജ്വലിച്ചു. The anger of the Lord was kindled. അതിൻ്റെ 10-ാം വാക്യം വേഴ്സ് 10, യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു. അതിൻ്റെ 33-ാം വാക്യത്തിൻ്റെ നടുവിലത്തെ ഭാഗം യഹോവയുടെ കോപം ജനത്തിൻ്റെ നേരെ ജ്വലിച്ചു. The anger of the Lord was kindled. 3 പ്രാവശ്യം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ 11-ാം അധ്യായത്തിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഭാഗം വായിക്കാനിടയായപ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചത് എന്ന് ചിന്തിക്കാനും അതല്പമായിട്ട് ധ്യാനിക്കാനും പഠിക്കാനും ഇടയായി. ആ ചിന്തകളാണ് ഇന്ന് നിങ്ങളോട് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. Why was the anger of the Lord kindled? Why was the Lord displeased? എന്തുകൊണ്ടാണ് യഹോവയ്ക്ക് അനിഷ്ടമായത്? യഹോവയുടെ ഹൃദയത്തിന് എന്തുകൊണ്ടാണ് ദുഃഖം വന്നത്? എന്താ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് വന്നത്? എന്തുകൊണ്ടാണ് ദൈവം കോപിച്ചത്? നമുക്കറിയാം, വേദപുസ്തകത്തിലെ ദൈവം ദീർഘക്ഷമയും മഹാദയയും കരുണയും കൃപയും നിറഞ്ഞ ദൈവമാണ്, കോപത്തിന് താമസമുള്ളവനാണ് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം ഇങ്ങനെ ഭയങ്കര ഒരു അരിശക്കാരനായിട്ട് പറയുന്നതിനെല്ലാം ദേഷ്യപ്പെടാതിരിക്കുന്ന ഒരാളല്ല. നമ്മളിൽ പലരും അങ്ങനെയാണ്, മിണ്ടുന്നതിനെല്ലാം ദേഷ്യപ്പെടും. അങ്ങനെ ഒരാളല്ല ദൈവം. അതുകൊണ്ട് ദൈവം കോപിച്ചു എന്ന് പറയുന്നത് പെട്ടെന്ന് ദൈവം അങ്ങ് ചൂടായി, ദൈവത്തിന് അരിശം വന്നുവെന്ന് നമ്മളെക്കുറിച്ച് പറയുന്ന പോലെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ. ദൈവം കോപിക്കണമെങ്കിൽ അതിന് തക്ക കാരണം ഉണ്ടായിരിക്കണം. If God should get angry, there should be sufficient reason for that. എന്താണ് ആ കാരണം? ഇസ്രായേൽ മക്കളോട് ദൈവം കോപിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മോടും ദൈവം അതേ കാര്യത്തിൽ കോപിക്കുമോ? ഇസ്രായേൽ മക്കളോട് എന്തിനാ കോപിച്ചത്? ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ കണ്ടാൽ ദൈവം കോപിക്കുമോ? ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഏത് കാര്യമാണ് ദൈവത്തിന് അനിഷ്ടമായത്? What did displease God in the life of the Israelites? If God finds the same things in our life, will He be displeased? നമ്മുടെ ജീവിതത്തിൽ അതേ കാര്യം കണ്ടാൽ ദൈവത്തിന് അനിഷ്ടമാകുമോ? ഇന്ന് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാനായിട്ട് ഈ വിചിന്തനം സഹായിക്കും എന്ന് ഞാൻ വിചാരിച്ച് പ്രാർത്ഥനയോടുകൂടെ നിങ്ങളോട് അത് പങ്കുവെക്കുകയാണ്. ഈ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്നത് നമ്പേഴ്സ് 11 വേഴ്സ് 1. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പെറുപെറുത്തു. യഹോവ കേട്ടു, അവൻ്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി പാളയത്തിൻ്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ജനം മോശയോട് നിലവിളിച്ചു. മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ തീ കെട്ടുപോയി. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തുകയാൽ ആ സ്ഥലത്തിന് തബേര എന്ന് പേരായി. ഇസ്രായേൽ മക്കൾ മരുഭൂമി യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് എന്തൊക്കെ സംഭവിച്ചു? മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായി. മോശ ഫറവോന്റെ അടുത്ത് ചെന്ന് അവരെ വിടുവിക്കുന്ന കാര്യം പറഞ്ഞു. ഫറവോൻ ആദ്യം വിടുകയെന്ന് പറഞ്ഞു. പിന്നെ ഒത്തിരി വാദപ്രതിവാദമൊക്കെ നടന്ന് ഒടുവിൽ 10 ബാധകൾ ദൈവം മോശ മുഖാന്തരം വരുത്തി. അത് കഴിഞ്ഞ് അത്ഭുതകരമായൊരു വിടുതൽ ദൈവം അവർക്ക് നൽകി. അവര് ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് പകച്ചു നിന്നു. ദൈവം അത്ഭുതകരമായി ലോക ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്തൊരു സംഭവം അന്ന് ഉണ്ടാകാൻ ദൈവം ഇടയാക്കി. ചെങ്കടൽ 2ആയിട്ട് വിഭജിച്ച് ഇസ്രായേൽ ജനം അതിൻ്റെ നടുവിൽ കൂടെ കടന്നുപോയി. അങ്ങനെ അവര് പിന്നീട് സീനായ് മലയുടെ സമീപത്ത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വരുന്ന പോലെ ആ പർവ്വതം തീ കത്തുകയും പുക വരികയും ഭൂകമ്പം ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ അത്ഭുതകരമായ അസാധാരണമായ പല സംഭവങ്ങൾക്ക് ഈ ഇസ്രായേൽ മക്കൾ സാക്ഷികളായതാണ്. ലോക ചരിത്രത്തിൽ വേറെ ഒരു ജാതിക്കും അനുഭവമാകാത്ത നിലയിലുള്ള മിറാക്കിൾസ്, അത്ഭുതങ്ങൾ ഈ ഇസ്രായേൽ മക്കൾ കാണുകയും അനുഭവിക്കുകയും ചെയ്തതാണ്. അങ്ങനെ അവരെ ദൈവം വിടുവിച്ച് മരുഭൂമി യാത്ര തുടങ്ങുക. സീനായി മലയിൽ നിന്ന് പുറപ്പെട്ടിട്ട് 3 ദിവസമേ ആയുള്ളൂ. അതവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതിൻ്റെ 10:33 അവർ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. അപ്പോൾ അവരുടെ മരുഭൂ പ്രയാണം ചെങ്കടലൊക്കെ കടന്ന് അവരുടെ പ്രയാണം അവർ ആരംഭിക്കുകയാണ്. കനാനിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. വലിയൊരു ഘോഷയാത്ര, 6 ലക്ഷം ആളുകൾ, പിന്നെ കന്നുകാലികൾ, അതൊക്കെ അങ്ങനെ ഒത്തിരി ഉണ്ട്. അവരുടെ യാത്ര ഇവർ ആരംഭിക്കുകയാണ്. 3 ദിവസമേ ആയുള്ളൂ ഈ സീനായി പർവ്വതത്തിൽ നിന്ന് അവർ പുറപ്പെട്ടിട്ട്.
അപ്പോൾ സംഭവിച്ച കാര്യമാണ് 11-ാം വാക്യത്തിൽ പറയുന്നത്. ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പെരുപെരുത്തു. ദ പീപ്പിൾ കംപ്ലെയിൻഡ് ഓർ മർമർ. എന്തിനാണ് പെരുപെരുത്തതെന്ന് അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ഈ 11:1 എന്തിനാണ് ജനം പെരുപെരുത്തത് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നാം ഊഹിക്കുന്നത് പൊതുവെയുള്ള ഒരു അതൃപ്തി, ജനറൽ ഡിസാറ്റിസ്ഫാക്ഷൻ, പൊതുവെയുള്ള ഒരു സന്തോഷക്കുറവ്. അവരുടെ യാത്രയെക്കുറിച്ചോ ഭക്ഷണം അതിനകത്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കാര്യത്തെക്കുറിച്ച് പൊതുവെയുള്ള അതൃപ്തി, സന്തോഷക്കുറവ്. അതുകൊണ്ട് ജനം കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങി, ജനം പെരുപെരുത്തു. അതുകൊണ്ട് അതാണ് യഹോവയ്ക്ക് അനിഷ്ടമായി എന്ന് പറയുന്നത്. യഹോവ അത് കേട്ടു, അവരുടെ പിറുപിറുപ്പ് കേട്ടു. അത് യഹോവയ്ക്ക് അനിഷ്ടമായി, അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. He was displeased at the murmuring of the people. യഹോവയുടെ കോപം ജ്വലിച്ചു. ഇവിടെ യഹോവയ്ക്ക് ഇത് അനിഷ്ടമായി, യഹോവയുടെ കോപം ജ്വലിച്ചു എന്ന് പറയുന്നത് ലെജിറ്റിമേറ്റ് ആണോ, റീസണബിൾ ആണോ, ന്യായമായൊരു കാര്യമാണോ യഹോവയുടെ കോപം ജ്വലിച്ചത്? അതെ. ഞാൻ മുമ്പേ പറഞ്ഞ കാരണങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എത്ര അത്ഭുതകരമായിട്ട് അടിമത്തത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട ഇവരെ ദൈവം എത്ര അത്ഭുതകരമായിട്ട് 10 ബാധകൾ, പിന്നീടുള്ള അനേക സംഭവങ്ങൾ, ചെങ്കടൽ പിളർന്നത്, സീനായി മലയിൽ വലിയ തീയും പുകയും ഭൂകമ്പവും അവർ കണ്ടത്, ഇതെല്ലാം കണ്ട് അവരെ നടത്തിക്കൊണ്ടുവരിക. അതുമാത്രമല്ല, 10-ാം അധ്യായത്തിന്റെ 33 മുതൽ 36 വരെ നിങ്ങൾ വായിച്ചാൽ, ചാപ്റ്റർ 10, 33 ഓൺവേർഡ്സ് നിങ്ങൾ വായിച്ചാൽ അവിടെ 2 കാര്യം പ്രത്യേകം കാണാൻ കഴിയും. ഒന്ന്, യഹോവയുടെ നിയമപെട്ടകം അവർക്ക് മുൻപായിട്ട് പോകുന്നുണ്ട്. ദ ആർക്ക് ഓഫ് ദ ലോർഡ് ഈസ് ഗോയിങ് അഹെഡ്. ഈ വലിയ പ്രൊസഷന്റെ, ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ ഈ ഘോഷയാത്രയുടെ മുമ്പിൽ യഹോവയുടെ പെട്ടകം പോകുന്നുണ്ട്. അതെന്താ യഹോവയുടെ പെട്ടകം എന്ന് പറയുന്നത്? ദാറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ സാന്നിധ്യം, വിസിബിൾ പ്രസൻസ്, കാണാവുന്ന സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ട്. ഇന്ന് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റുകയില്ല. വിശ്വാസത്താൽ നാം അത് അനുഭവിക്കുന്നുണ്ട്, അല്ലാതെ കർത്താവ് ഉണ്ടെന്നുള്ളതിന് അടയാളമായിട്ട് ഇവിടെ പുകയോ തീയോ മേഘമോ ഒന്നും ഓടി കാണുന്നില്ല. എന്നാൽ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് യഹോവയുടെ പെട്ടകം ഒരു വിസിബിൾ മാർക്കാണ്. യഹോവയുടെ പെട്ടകം അവരുടെ മുമ്പിൽ പോകുക, ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് ഉണ്ട്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ഇവിടെ കാണുന്നത്, യഹോവയുടെ മേഘം 34-ാം വാക്യത്തിലുണ്ട്. യഹോവയുടെ മേഘം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. Over them God's cloud was there. Ahead of them, that is in front, the ark was there. Above them the cloud was there. അവരുടെ മുമ്പിൽ യഹോവയുടെ പെട്ടകം ഉണ്ടായിരുന്നു, അവർക്ക് മുകളിൽ മേഘമുണ്ടായിരുന്നു. മേഘം എന്താ കാണിക്കുന്നത്? മേഘം ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ കാണിക്കുക, ദൈവത്തിന്റെ ഗൈഡൻസ് കാണിക്കുക. മേഘം ഉയരുമ്പോഴാണ് അവർ പോകുന്നത്, മേഘം നിൽക്കുമ്പോഴാണ് അവർ ക്യാമ്പ് ചെയ്യുന്നത്. അപ്പോൾ യഹോവയുടെ സാന്നിധ്യം പെട്ടകം കാണിക്കുന്നു, യഹോവയുടെ ഗൈഡൻസ്, നടത്തിപ്പ്, പ്രൊട്ടക്ഷൻ, അത് ആണ് മേഘം കാണിക്കുന്നത്. അത് ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അവർക്ക് അതിന്റെ 11-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അവർക്ക് ഭക്ഷിക്കാൻ കുറേ നാളായിട്ട് ദൈവം മന്ന കൊടുത്തോണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രൊവിഷൻ, അസാധാരണമായ പ്രൊവിഷൻ. ലോകത്തിൽ ഒരു ജാതിക്കും ഒരിക്കലും ആകാശത്തുനിന്ന് ആഹാരം കിട്ടിയിട്ടില്ല. എന്നാൽ ഇസ്രായേൽ മക്കളും മാത്രം കിട്ടിയ ഒരു കാര്യമാണ് ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രൊവിഷൻ. മരുഭൂമിയിൽ വേറൊന്നും ഭക്ഷിക്കാനില്ല, കടയില്ല, ഒന്നും മേടിക്കാനില്ല. എന്നാൽ അവർ പട്ടിണി കിടക്കാതിരിക്കാൻ അത്ഭുതകരമായ ഒരു പ്രൊവിഷനാണ് മന്ന എന്ന് പറയുന്നത്. ആ പ്രൊവിഷൻ ദൈവം അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ അവരുടെ മുമ്പിൽ യഹോവയുടെ പെട്ടകമുണ്ട്, മുകളിൽ യഹോവയുടെ മേഘമുണ്ട്, ചുറ്റും യഹോവയുടെ കരുതലുണ്ട്, അതായത് മന്ന ഉണ്ട്. In front of them is the presence of God, the ark of the Lord. Above them is the cloud of God, which speaks of the protection of God, and around them is manna, which speaks of the provision of God. ഈ 3 കാര്യങ്ങളും വിസിബിൾ ആണ്, കാണാവുന്നതാണ്. പെട്ടകം കാണാം, പിന്നെ മേഘം കാണാം, മന്നയും കാണാം. കേവലം വിശ്വാസത്താൽ നടക്കുകയല്ല. വിശ്വാസം ഉണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും കേവല വിശ്വാസമല്ല, അവരുടെ വിശ്വാസം ശരിയാണ്, ദൈവം അവരോടുകൂടെ ഉണ്ട്, ദൈവത്തിന്റെ അത്ഭുതകരമായ കരുതൽ അവരോടുകൂടെ ഉണ്ട്, ദൈവമാണ് അവരെ നടത്തുന്നതെന്ന് വിശ്വസിക്കാൻ എല്ലാ കാരണവും അവർക്കുണ്ട്. ഇനി പെരുവിർക്കാമോ? ഈ കോണ്ടെക്സ്റ്റിൽ പെരുവിർക്കാമോ? പെട്ടകം മുമ്പേ പോവുക, മേഘം മുകളിൽ നിൽക്കുക, ചുറ്റും ദൈവത്തിന്റെ കരുതൽ ഓർമ്മിക്കുന്ന മന്ന കിടക്കുക. അപ്പൊ പെരുവിർക്കാമോ? പെരുവിർക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ,
ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ കരുതൽ, ഇത് മൂന്നും കാണത്തക്കവണ്ണം അവർക്കുണ്ടായിരുന്നിട്ടും അവര് പിറുപിറുത്തു. എന്തിനാ പിറുപിറുത്തെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. ജനറൽ ഡിസാറ്റിസ്ഫാക്ഷൻ, അതാണ് കോപിക്കാനുള്ള കാരണം. ആ കോപം ന്യായമാണോ? തീർച്ചയായും ന്യായമാണ്. ഇതിനേക്കാൾ അധികം എന്താ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഇതിനേക്കാൾ അധികം ഒന്നും ചെയ്യാനില്ല. ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തവരെ കൊണ്ട് നടക്കുക. അപ്പോഴാണ് ഇവർ പിറുപിറുക്കുന്നത്. ഇനി നമ്മുടെ ജീവിതങ്ങളെ നോക്കുക. ഇത് മനുഷ്യ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ്. സകല നന്മകളുടെയും നടുവിൽ പിറുപിറുക്കുക, ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. എല്ലാ നന്മകളുടെയും പിറുപിറുക്കുക. പണ്ടൊരിക്കൽ വാട്സാപ്പിലാണെന്ന് തോന്നുന്നു ഒരു പടം വന്നു. ഒരു ഇലയിൽ ഒരാൾ ഇരുന്ന് ഊണ് കഴിക്കുക, വലിയൊരു ഇല, ഒരു 100 കൂട്ടം കാണുമായിരിക്കും. ഈ വെജിറ്റേറിയൻ ഊണ് പോലത്തെ ആ ഊണാണ്. പാത്രങ്ങൾ എത്ര ഉണ്ടെന്ന് നമുക്ക് എണ്ണാൻ പറ്റുകയല്ല, അതുപോലെ കൂട്ടാനാ. അപ്പൊ അയാൾ പറയാ, ഒരു നാരങ്ങാച്ചാറോടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. ഇതിന്റെ കൂടെ ഒരു നാരങ്ങാച്ചാറൂടെ ഉണ്ടായിരുന്നേ നല്ലതായിരുന്നേന്. 100 കൂട്ടാനുണ്ട് ആ ഇലയ്ക്ക് ചുറ്റും, പക്ഷെ ഒരു അച്ചാറൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നല്ലതായിരുന്നേന്ന് അയാൾ പറയാ. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ ജനറൽ ഡിസാറ്റിസ്ഫാക്ഷൻ, സന്തോഷമില്ലായ്മ. പിറുപിറുപ്പ് എന്തിനാ കാണിക്കുന്നത്? എപ്പോഴാ പിറുപിറുക്കുന്നത്? സന്തോഷമില്ലാത്തപ്പോഴാണ്, അതൃപ്തി ഉള്ളപ്പോഴാണ് പിറുപിറുക്കുന്നത്. When we are dissatisfied, when we are not happy, that is when we complain or when we murmur. ഇത് മനുഷ്യവർഗത്തിന്റെ ഒരു സ്വഭാവമാണ്. ആദാമ്യ സന്തതിയുടെ ഒരു സ്വഭാവമാണ് ഈ പിറുപിറുപ്പ് എന്നുള്ളത്. എല്ലാ നന്മകളുടെയും നടുവിൽ പിറുപിറുക്കുക, അതാണ് ആദാമ്യ സ്വഭാവം. ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിറുപിറുക്കുകയല്ല, വലിയ കഷ്ടപ്പാടായതുകൊണ്ട് പിറുപിറുക്കുകയല്ല, എല്ലാം ഉണ്ടെങ്കിലും പിറുപിറുക്കും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുണ്ടോ? നമ്മള് സാധാരണക്കാരല്ല, നമ്മള് ദൈവമക്കളാണ്, വിശ്വാസികളാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുണ്ടോ? ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ, ഫിലിപ്പിൻസ് 2:14, പുതിയ നിയമത്തിൽ ഈ പിറുപിറുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പർ 2:14 നോക്കുക. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. ഡു എവറിത്തിങ് വിത്തൗട്ട് മർമറിങ് ആൻഡ് കംപ്ലൈനിങ് ഓർ ഡിസ്പ്യൂട്ടിങ്. ഇവിടെ ഈ തലമുറയെ വിളിച്ചിരിക്കുന്ന പേര്, ലോകത്തിലെ മക്കളെ വിളിച്ചിരിക്കുന്ന പേര് ക്രൂക്കഡ് ആൻഡ് പെർവേഴ്സ് ജനറേഷൻ. വക്രതയും കോട്ടവുമുള്ള തലമുറ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ ഒരു സ്വഭാവമാണ് പിറുപിറുക്കുക, വാദം, ഡിസ്പ്യൂട്ടിങ്സ് ഉയർത്തുക എന്നുള്ളത്. അവരുടെ നടുവിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ ആകേണ്ടതിന് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പിറുപിറുക്കാതിരുന്ന ദൈവത്തിന്റെ മോനാകുമോ? ആകുകയില്ല. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് കാണിക്കേണ്ടതിനെന്നാണ് അതിന്റെ അർത്ഥം. നാം വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നാം അതിൽ നിന്ന് വ്യത്യസ്തരാണ്, ഡിഫറൻ്റ് ആണ്. നാം വക്രതയും കോട്ടവുമുള്ള തലമുറയിൽപ്പെട്ടവരല്ല, നാം ദൈവത്തിന്റെ മക്കളാണ് എന്ന് പ്രൂവ് ചെയ്യാൻ എന്താ ഉണ്ടായിരിക്കണം? നമ്മൾ എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ വക്രതയും കോട്ടവുമുള്ള ജനത്തിന്റെ സ്വഭാവമാണ് പിറുപിറുക്കുക എന്നുള്ളത്. ദൈവമക്കൾ എന്നതിന്റെ തെളിവ് പിറുപിറുക്കുന്നില്ല എന്നുള്ളതാണ്. ലോകമക്കളാണെന്നുള്ളതിന്റെ തെളിവ് പിറുപിറുക്കുന്നു എന്നുള്ളതാണ്. ദൈവമക്കൾ എന്നുള്ളതിന്റെ തെളിവ് അവർ പിറുപിറുക്കുന്നില്ല എന്നാണ്. ഇവിടുത്തെ ഒരു പ്രയോഗം നിങ്ങൾ നോക്കിയേ. 14-ാം വാക്യത്തിൽ തലമുറയുടെ നടുവിൽ, 15-ാം വാക്യത്തിൽ അവരുടെ ഇടയിൽ. തലമുറയുടെ നടുവിൽ, അവരുടെ ഇടയിൽ. അവിടെയാണ് നമ്മൾ പിറുപിറുപ്പും വാദവും ഇല്ലാതെ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നു. ജ്യോതിഷികളെ പോലെ ഈ ലോകത്തിൽ നാം പ്രകാശിക്കണമെങ്കിൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ പിറുപിറുപ്പും വാദവും കൂടാതെ നാം ജീവിക്കുന്നവരായിരിക്കണം. ഇവിടെ പിറുപിറുപ്പ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? കംപ്ലൈൻ എന്നുള്ളതിൻ്റെ എതിർപദം എന്താ? എതിർപദം താങ്ക്സ് ഗിവിംഗ് ആണ്, നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. പിറുപിറുക്കുക എന്നുള്ളതിൻ്റെ എതിർപദം സ്തോത്രം ചെയ്യുക, നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നമ്മൾ ധ്യാനചിന്തയിൽ അത് ഓർത്തു. 103-ാം സങ്കീർത്തനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഉന്നതമായത് പ്രസ്താവിക്കുക. രണ്ടാമത് പറയുന്നത് അവരുടെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഫർഗെറ്റ് നോട്ട് ഓൾ ഹിസ് ബെനിഫിറ്റ്സ്. അപ്പോൾ
ദൈവത്തിന്റെ ഉപകാരങ്ങൾ ഓർക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണം ദൈവത്തെ വാഴ്ത്തുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറയുന്നു എന്നുള്ളതാണ്. പിറുപിറുപ്പിന്റെ എതിര് ആണ് നന്ദി പറച്ചിൽ, സ്തോത്രം ചെയ്യൽ. അത് പിറുപിറുപ്പിന്റെ എതിരാണ്. ഈ 106 സങ്കീർത്തനത്തിൽ അതിന്റെ 12 വാക്യത്തിൽ Psalm 106:12 അവിടെ പറയുന്നുണ്ട്, അവർ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവന് സ്തുതി പാടുകയും ചെയ്തു. ദൈവത്തെയും അവന്റെ വചനത്തെയും നാം വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് നാം അവനെ സ്തുതിക്കുന്നു എന്നുള്ളതാണ്. ദൈവം പറയുന്നത് നാം വിശ്വസിച്ചു, ദൈവത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് നാം അവന് സ്തോത്രം ചെയ്യുന്നു എന്നുള്ളതാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, Romans 1:21. ഇവിടെ മനുഷ്യവർഗത്തിനെതിരെ ദൈവം ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ആ കേസിലെ കുറ്റാരോപണം എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. God has filed a case against humanity. എന്താണ് മനുഷ്യവർഗത്തിന്റെ തെറ്റ്? 1:21. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർക്കുകയോ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അപ്പോൾ ദൈവത്തെ ഓർത്ത് നന്ദി കാണിച്ചില്ല. മനുഷ്യവർഗത്തിനെതിരെ ദൈവത്തിന്റെ ഒരു ചാർജാണ്, കുറ്റമാണ്. പെരുവെറുപ്പിന്റെ എതിരാണ് നന്ദി കാണിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇവിടെ നാം പറഞ്ഞതുപോലെ ജനറൽ ഡിസാറ്റിസ്ഫാക്ഷൻ, സന്തോഷമില്ലായ്മ, തൃപ്തിയില്ലായ്മ നമുക്ക് വരാം. എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്, പക്ഷെ തൃപ്തിയില്ല. ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ നാം അതിന് നന്ദി പറയുന്നവരായിരിക്കണം. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പുതിയ നിയമത്തിൽ എത്ര വാക്യങ്ങളാണെന്നറിയാമോ? എഫേസ്യ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം. എല്ലാ വാക്യവും വായിക്കുന്നില്ല, നമുക്ക് പലർക്കും പരിചയമുണ്ട്. Ephesians 5:20, always giving thanks to God for everything. എപ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യുക. Ephesians 5:20. Then Colossians 3:15, കൊലോസ്യർ 3:15, അവിടെ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. കൊലോസ്യർ 3:15. 1 തെസ്സലോനിക്കർ 5:18, 1 Thessalonians 5:18, in everything give thanks, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. എന്നിട്ട് അവിടെ ഒരു കാര്യം കൂടെ താഴെ പറഞ്ഞിട്ടുണ്ട്, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. This is the will of God in Christ Jesus concerning you. അപ്പോൾ നമ്മെ എല്ലാവരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം നാം എല്ലാറ്റിനും നന്ദിയുള്ളവരും നന്ദി പറയുന്നവരും പെരുപെരുക്കാത്തവരും സന്തോഷമുള്ളവരുമായിരിക്കണം എന്നാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എന്താ? 4:4 എല്ലാവർക്കും അറിയാം, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, അഗൈൻ ഐ സേ റിജോയ്സ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട് സന്തോഷത്തെക്കുറിച്ച്. യോഹന്നാൻ 15 പറയുകയാണ്, അതിന്റെ 11, John 15:11, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. My joy may be in you and that your joy may be full. കർത്താവ് പറയാണ്, I want your joy to be full. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായിരിക്കണം. കർത്താവിലാണ് നമ്മുടെ സന്തോഷം. കാശുള്ളതുകൊണ്ടുള്ള സന്തോഷമല്ല, ആരോഗ്യമുള്ളതുകൊണ്ടുള്ള സന്തോഷമല്ല. കർത്താവിൽ സന്തോഷിപ്പേൻ. എനിക്ക് കർത്താവുണ്ട്, എനിക്ക് തിന്മയായിട്ട് കർത്താവ് ഒന്നും ചെയ്യുകയില്ല, എന്റെ നന്മയ്ക്കായിട്ടേ കർത്താവ് ചെയ്യുള്ളൂ, കർത്താവ് എന്നെ കരുതുന്നു, എന്നെ നടത്തുന്നു, അതിലുള്ള സന്തോഷം. എല്ലാ പരിസ്ഥിതിയിലും സന്തോഷമായിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എന്നല്ല. വേദനയും ദുഃഖമൊക്കെ വരുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കണം എന്നതിൻ്റെ അർത്ഥം. സന്തോഷം ഹൃദയത്തിലെയാണ് കാണുന്നത്. എനിക്ക് ദുഃഖം കാണും, വേദന കാണും, മനപ്രയാസം കാണും, പക്ഷെ അതിൻ്റെ എല്ലാം മധ്യത്തിൽ എൻ്റെ ഹൃദയം ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് ദൈവമുണ്ട്, എന്നെ കരുതുകയും നടത്തുകയും ചെയ്യുന്ന ദൈവമുണ്ട് എന്നുള്ള ആ വസ്തുതയിൽ ശരണപ്പെട്ട് എൻ്റെ ഹൃദയം സ്ഥിരമായിരിക്കുകയാണ്. അതാണ് സന്തോഷം എന്ന് പറയുന്നത്. എന്തിനാ ഇതിവിടെ ദൈവം കോപിച്ചത്? സകല നന്മകളും നൽകിയിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതകരമായി നടത്തിയിട്ടും അവർക്ക് തൃപ്തിയില്ല, ഒരു സന്തോഷമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ സന്തോഷമില്ലാതെ ജീവിക്കുന്നത്, നമ്മുടെ വാടിയ മുഖം കാണിക്കുന്നത് ദൈവത്തിന് മനപ്രയാസമാണ്. അത് നിങ്ങൾക്ക് അറിയാമോ? ഇപ്പൊ നിങ്ങളുടെ മോള് അല്ലെങ്കിൽ നിങ്ങളുടെ മോൻ ഒരു സന്തോഷമില്ല, എപ്പോഴും ഇങ്ങനെ സാഡായിട്ടിരിക്കുക. അപ്പനും അമ്മയും അത് കണ്ടാൽ നിങ്ങൾക്ക് സങ്കടം വരികയല്ലേ, ദുഃഖം വരികയല്ലേ? നമ്മുടെ ഒരു സുവിശേഷൻ ഒരിക്കൽ പറഞ്ഞു,
അവരുടെ വീട്ടിൽ വേലയ്ക്കായിട്ടൊരു പെൺകുട്ടിയെ ഇവിടുന്ന് കിട്ടി. ആ പെൺകുട്ടിയെ അദ്ദേഹത്തിന് രണ്ട് പെമ്മക്കളുണ്ട്. ആ പെമ്മക്കളിൽ ഒരു മോളായിട്ട് ഇവളെയും കൂടെ അവരെ കണക്കാക്കി. വേലക്കാരി ആണ്, പക്ഷെ അവരുടെ സ്വന്തം മോളെ പോലെ ഇവരെ കരുതി നടത്തി തൻ്റെ മക്കളുടെ കൂടെ വില വളർത്തുക. അവള് സന്തോഷമായിരിക്കാൻ എല്ലാ കാരണമുണ്ട്. അപ്പൊ ഒരിക്കൽ അവരുടെ വീട്ടിൽ ഒരു അതിഥി വന്നപ്പോൾ ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ടപ്പോൾ ചോദിച്ചു, മോളെ എങ്ങനെയുണ്ട്, സന്തോഷമാണോ എന്ന് ചോദിച്ചു. അപ്പൊ അവള് പറയാ അപ്പൊ ആ സഹോദരൻ പറഞ്ഞത് കേട്ടപ്പോ എന്തുവായിരുന്നു അവള് പറയേണ്ടി, സന്തോഷമാണോ? ഞാൻ ഇവിടുത്തെ ഒരു മോളാ, എന്തോ ചോദ്യമാ, എന്നാ ചോദിക്കണ്ടേ? ഇവിടെ മറുപടി കേട്ടപ്പോ ആ സഹോദരൻ പറയാ, എനിക്കും ഭാര്യയ്ക്കും ഭയങ്കര മനപ്രയാസമാണ്, ഇതിനേക്കാൾ അവർക്ക് ഒന്നും ചെയ്യാനില്ല. സന്തോഷമാണോ എന്ന് ചോദിച്ചു, അയ്യോ ഇവിടെ പരമസന്തോഷമാ എന്നല്ലേ പറയേണ്ടിയിരുന്നത്. എന്നാൽ അവള് വലിയ സന്തോഷം ഇല്ലാത്ത പോലെ ഒരു മറുപടി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര ദുഃഖം തോന്നിയെന്ന് ആ സുവിശേഷം പറഞ്ഞു. ഞാനത് ഓർക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ സന്തോഷം ഇല്ലാതിരിക്കുന്നത് കാണുന്നത് ദൈവത്തിന് ദുഃഖമാണ്. അറിയാമോ? അത് നമ്മൾ തൃപ്തിയില്ലാതെ പിറുപിറുത്തോണ്ടിരിക്കുന്നത് ദൈവത്തിന് വിഷമമാണ്. കാരണം എന്താ? സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചെന്നു അവനോടുകൂടെ സകലവും നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുയേശുവിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച് സ്വർഗസ്ഥലങ്ങളിൽ നമ്മെ ഇരുത്തിയിരിക്കുക. ഇനി കൂടുതലായിട്ടൊന്നും തരാനില്ല. സ്വർഗത്തിലെ സകല അനുഗ്രഹവും തന്നു നമ്മെ ഇരുത്തിയിരിക്കുക. എന്നിട്ടും മുഖം പാടിയിരിക്കുക. അത് ദൈവത്തിന് അനിഷ്ടമാകാതിരിക്കുമോ? അതുകൊണ്ടാണ് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കണം. എല്ലാം അനുകൂലമായിട്ടുള്ള സന്തോഷമല്ല, ഒരു വേദനയും അസുഖവും നടുവേദനയും ഒന്നും ഇല്ലാത്തോണ്ടുള്ള സന്തോഷമല്ല, പ്രശ്നം ഇല്ലാത്തോണ്ടുള്ള സന്തോഷമല്ല. ഇതെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് ദൈവമുണ്ട്, അതിൽ ഞാൻ ആശ്വസിക്കുന്നു, ദൈവം എന്നെ കരുതും, എന്നെ സഹായിക്കും എന്നുള്ള ആ വലിയ കോൺഫിഡൻസ്. എനിക്കും അത് വേണം, നിങ്ങൾക്കും അത് വേണം. അതില്ലെങ്കിൽ അത് പിറുപിറുപ്പാണ്, അത് അതൃപ്തിയാണ്, ദൈവഹൃദയത്തിന് അത് ദുഃഖകരമാണ്. അതെ, അതിന് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ കോപം ജ്വലിച്ചു, പാളയത്തിന്റെ അറ്റങ്ങളുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. 11:1. ഇവിടെ തർജ്ജമയിൽ അല്പം വ്യത്യാസമുണ്ട്, ഭാഷകൾ തമ്മിൽ, ഭാഷാന്തരങ്ങൾ തമ്മിൽ. ഈ മലയാളം തർജ്ജമ വായിച്ചാൽ പാളയത്തിന്റെ അറ്റത്ത് താമസിക്കുന്ന കുറെ ആളുകൾ ദഹിച്ചു പോയി എന്നാണ് മനസ്സിലാകുന്നത്. ഇംഗ്ലീഷിലെ ചില തർജ്ജമകളിലും അങ്ങനെയാണ്, എന്നാൽ പല തർജ്ജമകളിലും അങ്ങനെ അല്ല. പാളയത്തിന്റെ അറ്റത്തുള്ളത് ദഹിപ്പിച്ചു കളഞ്ഞു എന്നാണ്, ആളുകളെ ദഹിപ്പിച്ചു എന്നല്ല. അങ്ങനെയുള്ള തർജ്ജമയും ഉണ്ട് കേട്ടോ, 2 തർജ്ജമയുണ്ട്. എന്നാൽ കൺസ്യൂം സം ഓഫ് ദി ഔട്ട്സ്കേർട്സ്, ദാറ്റ് മീൻസ് ഹി കൺസ്യൂംഡ് സം ഔട്ട്സ്കേർട്ട് ഏരിയാസ്. പാളയത്തിന്റെ അറ്റത്തുള്ള ഭാഗത്ത് ഒരുപക്ഷെ ഇടിവെട്ടുവോ മിന്നല് അയക്കോ എന്തെങ്കിലും ചെയ്തായിരിക്കും, ആ പ്രദേശത്തെ അവൻ കൺസ്യൂം ചെയ്തു എന്നാണ് വേറൊരു ഭാഷാന്തരം. മലയാളത്തിലും മറ്റു ചില തർജ്ജമകളിലും അവിടെ വസിച്ചിരുന്ന ചില ആളുകളെ ദഹിപ്പിച്ചു എന്നാണ്. ഇതിൽ ഏതാണ് ശരിയെന്ന് പറയാൻ പ്രയാസമാണ്, കാരണം രണ്ടുമുണ്ട്. എന്നാൽ ഞാൻ വിചാരിക്കുന്നത് ആളുകളെ കൊന്ന കാര്യമല്ല, ആ ഭാഗത്ത് തീ കത്തി എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥമെന്നാണ് അങ്ങനെയുള്ള ചില തർജ്ജമകളിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും 2 തർജ്ജമയുള്ളതുകൊണ്ട് ഏതാണ് എടുക്കേണ്ടത് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതിൻ്റെ താഴെ അടുത്ത ഒരു സംഭവത്തിലേക്ക് നമ്മൾ വരിക. അതിൻ്റെ 4-ാം വാക്യത്തിൽ, അതിൻ്റെ 10-ാം വാക്യത്തിലാണ് വീണ്ടും യഹോവയുടെ കോപം ജ്വലിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ജനറൽ ഡിസാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് ജോയ്, അതിൽ യഹോവയുടെ കോപം ജ്വലിച്ചു. ഇനി രണ്ടാമത് 10-ാം വാക്യത്തിൽ ജനം കരയുകയും പരാതിപ്പെടുകയും ചെയ്യുക. അതെന്തിനാണെന്ന് നോക്കിയേ. അതിൻ്റെ 4-ാം വാക്യത്തിലുണ്ട്, ഈ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ ഒരു സമ്മിശ്ര ജാതി പുറപ്പെട്ടു വന്നിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 12:38 സമ്മിശ്ര ജാതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു വാക്ക് ഒന്ന് വായിച്ചു നോക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം. പല ഭാഗത്ത് ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 12:38. വലിയൊരു സമ്മിശ്ര പുരുഷാരവും ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങളും അവരോടുകൂടെ പോന്നു. അപ്പൊ ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ യഹൂദന്മാരല്ലാത്ത ഒരു മിക്സ്ഡ് മൾട്ടിറ്റ്യൂഡും കൂടെ അവരോടുകൂടെ പോന്നതായിട്ട് നമ്മളിവിടെ വായിക്കുകയാണ്. അവര് കരഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. അവർ ദുരാഗ്രഹികളായി, അവര് അത്യാഗ്രഹികളായി കരഞ്ഞ് ബഹളം ഉണ്ടാക്കി. എന്താ അവർ പറയുന്നത്? ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? 4-ാം വാക്യത്തിൽ
പിന്നെ 5, ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടില്ല. മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്ന അല്ലാതെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. പരാതിയുടെ വാക്കുകളാണ്. ഞങ്ങൾക്ക് മന്ന ഉണ്ടല്ലോ എന്നല്ല പറഞ്ഞു, പരാതിയുടെ വാക്കുകളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്കുള്ളതിനെ കുറിച്ച് പരാതിയാണ്. എന്താ ഉള്ളേ അവർക്ക്? എന്താ ഉള്ളേ? മന്നയെ കുറിച്ച് ഭയങ്കര കംപ്ലൈന്റാ. ഇനി ഇല്ലാത്തതിനെ കുറിച്ചും പരാതിയാ. എന്താ ഇല്ലാത്ത? ഇറച്ചി. അപ്പോ ഉള്ളതിനെ കുറിച്ചും പരാതിയാണ്, ഇല്ലാത്തതിനെ കുറിച്ചും പരാതിയാണ്. They complain about what they have and they complain about what they do not have. മനുഷ്യന്റെ സ്വഭാവമാണ്. ഉള്ളതിനെ കുറിച്ചെല്ലാം പരാതിയാണ്, ഇതേ ഉള്ളൂ. പിന്നെ ഇന്നതില്ല, ഇല്ലാത്തതിനെ കുറിച്ചും പരാതിയാണ്. ആരായി പരാതിയുടെ ലീഡ് ചെയ്യുന്ന ആരാണ്? സമ്മിശ്ര ജാതി. നമുക്ക് ഇന്നത്തെ നമ്മുടെ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ അനാത്മീകരായ ആളുകൾ, ജഡീകന്മാരായ ആളുകൾ, വേറൊരു നിലയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത ആളുകൾ, അവിശ്വാസികളായ ആളുകൾ. ഇനി ചിലർ വിശ്വാസികളായിരിക്കും, രക്ഷിക്കപ്പെട്ടതായിരിക്കും, പക്ഷെ ജഡീകരാണ്, ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരാണ്, ആത്മാവിന് കീഴ്പ്പെടാതെ ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾ ഇന്ന് സഭയിലുണ്ട്. സഭയിൽ രക്ഷിക്കപ്പെടാത്ത ആളുകളുമുണ്ട്. ദൈവത്തിന്റെ കണക്കിലല്ല കേട്ടോ. കൂടി വരുന്ന സഭകളിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസംഗിച്ചപ്പോൾ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഉള്ളിൽ ശരിയായ ട്രാൻസ്ഫർമേഷൻ നടക്കാതെ, ഉള്ളിൽ ശരിയായ രൂപാന്തരം നടക്കാതെ കൺവെൻഷൻ വന്നപ്പോൾ കൈവക്കിയവരും പിന്നെ എല്ലാവരും സ്നാനപ്പെട്ട കൂട്ടത്തിൽ സ്നാനപ്പെട്ടവരൊക്കെ ഉണ്ട്. കൺവെൻഷന് കൈവക്കുന്നതും തെറ്റല്ല കേട്ടോ, കൂട്ടുകാരുടെ കൂടെ സ്നാനപ്പെടുന്നതും തെറ്റല്ല. പക്ഷെ ഉള്ളിൽ ശരിയായ വേല നടക്കാതെ അങ്ങനെ കൂടിയിട്ടുള്ള അനേക ആളുകളുണ്ട്. കാരണം അവരുടെ പിന്നീടുള്ള ജീവിതം അത് തെളിയിക്കുകയാണ്. പിന്നീടുള്ള ജീവിതം തെളിയിക്കുകയാണ്. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് നമ്മുടെ വിഷയം അതല്ലെങ്കിൽ ഒന്ന് പറയുകയാണ്. അവിടെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എങ്ങനെയാ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നത്? അതിന്റെ മുകളിൽ ചില ക്രിസ്ത്യൻ വെർച്യൂസിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. 2 പത്രോസ് 1-ന്റെ ആദ്യം മുതൽ ഇന്നതിനോട് ഇന്നത് കൂട്ടിക്കൊള്ളണം, പല ക്രിസ്തീയ സ്വഭാവങ്ങൾ. എന്നിട്ടാണ് പറയുന്നത് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ വെർച്യൂസ്, ക്രിസ്തീയ ഗുണങ്ങൾ നിങ്ങളിൽ കാണപ്പെടുമ്പോൾ നിങ്ങൾ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണെന്ന് നിങ്ങൾക്ക് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. When you see these Christian virtues in your life, you confirm to yourself that you are chosen and you are called. ഞാൻ ദൈവമകനാണ്, ഞാൻ വിളിക്കപ്പെട്ടവനാണ് എന്ന് എനിക്ക് തന്നെ ഒരു കൺഫർമേഷൻ തരിക. എപ്പോ കൺഫർമേഷൻ തരികയാണ്? എന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു, എന്റെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നു, ക്രിസ്തീയ സ്വഭാവങ്ങൾ, ഞാൻ പൂർണ്ണനാണെന്നുള്ള അർത്ഥത്തിലല്ല, ക്രിസ്തീയ താല്പര്യങ്ങൾ, ടെൻഡൻസീസ് എന്റെ ഉള്ളിലുണ്ട്. അത് കണ്ട് ഞാൻ കൺഫേം ചെയ്യുകയാണ്. എന്താ കൺഫേം ചെയ്യുന്നത്? ഞാൻ ദൈവവേദനാണ്, ദൈവാത്മാവ് എന്റെ ഉള്ളിലുണ്ട്, അല്ലേ എനിക്ക് ഇങ്ങനെ ആയിരിക്കും പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ സമ്മിശ്ര ജാതി രക്ഷിക്കപ്പെടാത്ത കുറെ പേരായിട്ട് നമുക്ക് ചിന്തിക്കാം. ഇനി രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായും ഇവരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. പലപ്പോഴും സഭകളിൽ വിശ്വാസികളുടെ മധ്യത്തിൽ പ്രയാസം ഉണ്ടാക്കുന്നത് ആത്മീയരല്ല, അനാത്മീയരായ ആളുകളാണ്. നാം ഒരിക്കലും ആ കൂട്ടത്തിൽ ഉൾപ്പെടാനായിട്ട് പാടില്ല. അവരുടെ സ്വാധീനം താഴോട്ട് നോക്കി ഈ സമ്മിശ്ര ജാതി കരഞ്ഞു. അതിന്റെ 10-ാം വാക്യമായപ്പം ജനം കുടുംബമായി ഓരോരുത്തരും താന്താന് കൂടാരവാതിക്കൽ ഇരുന്ന് കരയുക. വലിയ തമാശ. സമ്മിശ്ര ജാതി കരയാൻ തുടങ്ങി. അപ്പൊ പിന്നെ എല്ലാവരും അവരവരുടെ വീടിന്റെ മുമ്പിൽ നിന്ന് കരയുക. അതെന്താ കാണിക്കുന്നതെന്നറിയാമോ? സ്പിരിറ്റ് ഓഫ് കംപ്ലൈന്റ് ഈസ് ഓൾവേസ് കണ്ടേജിയസ്. ഡിസീസ് ഈസ് കണ്ടേജിയസ്, ഹെൽത്ത് ഈസ് നോട്ട് കണ്ടേജിയസ്. രോഗം പകരും, ആരോഗ്യം പകരുകയല്ല. എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് രോഗമുണ്ട്, ചിലപ്പോൾ എനിക്കും കിട്ടും. എൻ്റെ അടുത്തിരിക്കുന്ന ആൾ നല്ല ആരോഗ്യവാനാണ്, എനിക്ക് ആരോഗ്യം വരുന്നില്ല. പരാതി പകരുന്നതാണ്, ഡിസാറ്റിസ്ഫാക്ഷൻ പകരുന്നതാണ്, പിന്മാറ്റം പകരുന്നതാണ്. യോഹന്നാൻ 21-ൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ബാക്കി പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ളവരെന്ത് പറഞ്ഞു? എന്താ പറഞ്ഞു? ഞങ്ങളും കൂടെ പോരുക എന്ന്. ഞാൻ പുറകോട്ട് പോവുക എന്ന് പറയുമ്പോൾ എന്നാൽ ഞങ്ങളും വരിക എന്ന് പറയാൻ കുറച്ചുപേർ എല്ലായിടത്തും കാണും. സമ്മിശ്ര ജാതി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരാതി പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ കരഞ്ഞപ്പോൾ അത് പാളയത്തെ മുഴുവനും ബാധിച്ചു.
നിന്റെ വാക്ക് നീ പ്രത്യേകം ശ്രദ്ധിക്കണം. നെവർ സ്പീക്ക് വേർഡ്സ് ഓഫ് ഡിസ്കറേജ്മെന്റ് ബിക്കോസ് ദാറ്റ് മേ ഡിസ്കറേജ് അതേഴ്സ്. അവിശ്വാസത്തിന്റെ, അധൈര്യത്തിന്റെ വാക്കുകൾ നീ ഒരിക്കലും പറയരുത്. പറഞ്ഞാൽ അത് ബാക്കിയുള്ളവരെ കൂടെ അധൈര്യപ്പെടുത്തും. നമ്മളൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നന്മയായി ജീവിച്ചുകൊണ്ട് എന്താ പ്രയോജനം? ഞാൻ നന്നായിട്ടൊക്കെ ജീവിച്ചു, പക്ഷേ എൻ്റെ കൈകളെ വ്യർത്ഥതയിൽ ഞാൻ കഴുകി എന്നൊക്കെ പറയുന്ന 73-ാമത്തെ സങ്കീർത്തനമാണെന്ന് തോന്നുന്നു. അവിടെ ഒരു കാര്യം, 73-ാം സങ്കീർത്തനമാണ്. അവിടെ ആസാഫിന്റെ സങ്കീർത്തനത്തിൽ ഞാൻ എൻ്റെ കൈകളെ ശുദ്ധീകരിച്ചത് കുറ്റമില്ലായ്മയിൽ കഴുകിയതൊക്കെ വെറുതെയായി, എനിക്ക് എന്തോ ഒരു കഷ്ടപ്പാടാ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഇനി അതിന്റെ 15-ാം വാക്യം നോക്കിയേ. ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ആസാഫിന്റെ ഹൃദയത്തിൽ ഈ ചിന്തകൾ വന്നു. ഞാൻ എന്തിനാ ഇത്ര ഭക്തനായിട്ട് ജീവിക്കുന്നത്? ആണ്ട് അഭക്തിയായിട്ട് ജീവിക്കുന്നതെല്ലാം തടിച്ച് കൊഴുത്ത് ഉരുണ്ടിരിക്കുക. ഞാൻ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് നടക്കുക. എന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്നാണ് രോഗവും സുഖവും മാറാൻ നേരവും ഇല്ല. എന്നിട്ട് പറയാണ്, ഞാനിത് പറഞ്ഞില്ല, എൻ്റെ ഭക്തി ജീവിതം അതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് ഞാൻ സംസാരിച്ചിരുന്നെങ്കിൽ അത് മറ്റുള്ളവരെ ബാധിച്ചേനെ. അവൻ ചിന്തിച്ചതേ ഉള്ളൂ. പിന്നെ ദൈവസന്നിധിയിൽ പോയി അവൻ ആ കാര്യം സെറ്റിൽ ചെയ്തു. അപ്പോൾ അവിശ്വാസത്തിന്റെ വാക്കുകൾ, പരാതിയുടെ വാക്കുകൾ, ചിന്തകൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായാലും നമ്മളത് ദൈവവുമായിട്ട് സെറ്റിൽ ചെയ്യണം. അത് പറയല്ലേ. അത് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ കൂടെ അധൈര്യപ്പെടുത്താനായിട്ട് കാരണമായി തീരും. ആട്ടെ, ഇനി അവരുടെ കരച്ചിലിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടെ. ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള സാധനങ്ങൾ ഇതെല്ലാം ഫ്രീ ആയിരുന്നെന്നാ പറയാം. ആയിരുന്നോ? Did they pay any cost for what they were enjoying? അവര് എന്തെങ്കിലും വില കൊടുത്തായിരുന്നോ അവരുടെ ഭക്ഷണത്തിനും കാര്യങ്ങൾക്കൊക്കെ? They had to pay very high price. അടി, ചാട്ടയടി, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് ഇത് അവർ കൊടുത്തതല്ല. കാശ് കൊടുത്ത കാര്യമല്ല, അത് ശരിയാ. പക്ഷേ it cost them their very life. അവരുടെ ജീവൻ തന്നെ പണയപ്പെടുത്തിയാണ് അവർ പണി ചെയ്തുകൊണ്ടിരുന്നത്. ഈ പറയുന്നത് കേട്ടാൽ തോന്നുന്നു അവിടെ എല്ലാം ജീവിതം നല്ല സുഖമായിരുന്നു, വില കൊടുക്കാതെ ഞങ്ങൾക്ക് ഇതെല്ലാം കിട്ടുമായിരുന്നു എന്നാണ് അവര് പറയുന്നത്. വില കൊടുക്കാതെ തിന്നിട്ടുള്ളതൊക്കെ എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ മെമ്മറി പാർഷ്യൽ മെമ്മറിയാ, കുറച്ചേ അവർ ഓർക്കുന്നുള്ളൂ. എന്താ അവർ ഓർക്കാത്ത? ഇസ്രായേൽ ജീവിതത്തെ കുറിച്ച് അവർ മറന്നുപോയത് എന്താ, അല്ലെ പറയാത്തത് എന്താ? എന്താ ഓർക്കുന്നേ? ഉള്ളി തിന്നുമായിരുന്നു, വെളുത്തുള്ളി ഉണ്ടായിരുന്നു, മത്തങ്ങ ഉണ്ടായിരുന്നു, ഇതാ ഓർക്കുന്നത്. ഓർക്കാത്ത എന്താ? നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താ അവർ ഓർക്കാഞ്ഞെന്ന്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം എടുത്തേ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 11 മുതൽ നിങ്ങൾ വായിച്ചാൽ, അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് എക്സോഡസ് 1:11 അവരുടെ മേൽ ഊഴിയ വിചാരന്മാരെ ആക്കി. 12-ാം വാക്യം. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും, 13-ാം വാക്യം, ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. 13-ാം വാക്യം, മിസ്രൈമർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. 14-ന്റെ ഒടുവിൽ സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവൻ കൈപ്പാക്കി. They made our life miserable. They made our life bitter. ഇതാ അവരുടെ പീഡ എന്നുള്ള വാക്ക് പല പ്രാവശ്യം വന്നു. പീഡിപ്പിച്ച് ജീവിതം കഠിനവേല ചെയ്ത് കൈപ്പാക്കി. ഇതവർ മറന്നു. പാർഷ്യൽ മെമ്മറി. ദൈവം ചെയ്ത നല്ല കാര്യങ്ങൾ അതിൽ നിന്ന് വിടുവിച്ചല്ലോ എന്ന് ഓർക്കുന്നില്ല. പിന്നെ അവിടെ മത്തങ്ങ ഉണ്ടായിരുന്നതുള്ളതാണ് ഓർക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവം ചെയ്ത വൻ കാര്യങ്ങളൊക്കെ പലതും നമ്മൾ മറന്നുപോകും. പിന്നെ ചെറിയ കഷ്ടത, തലവേദന വന്നത്, നടുവേദന വന്നത്, സാമ്പത്തികമായിട്ട് സ്വല്പം ബുദ്ധിമുട്ട് വന്നത്, അതെല്ലാം ഓർത്തുകൊണ്ടിരിക്കും. അത് പിന്നെയും പറയുകയും ചെയ്യും. എന്നാൽ അത്ഭുതകരമായ വിടുതലും സഹായവും ദൈവം കഴിഞ്ഞ കാലത്ത് തന്നത് അതെല്ലാം മറന്നു പോവുകയും ചെയ്യും. അപ്പൊ അവരുടെ വില കൂടാതെ എന്നുള്ള പ്രയോഗം, പിന്നെ ഓർക്കുന്നു എന്നുള്ള പ്രയോഗം, പിന്നെ വേറൊരു പ്രയോഗമുണ്ട്, ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശപ്പെല്ലാം പോയി എന്നാണ് ചില തർജ്ജമകളിൽ കാണുന്നത്. ഞങ്ങളുടെ പ്രാണൻ വലിയ കഷ്ടത്തിലാണെന്നാണ് പറയുന്നത്. പുറപ്പാട് 1:14 ഇപ്പം നമ്മൾ വായിച്ചു, അവരുടെ ജീവിതം കയ്പാക്കിയത് അല്ലേ. മിസ്രൈമിലായിരുന്നപ്പോൾ അവരുടെ ജീവിതം കയ്പായിരുന്നു. ഇപ്പൊ പറയുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടത്തിലാണ് ഇവിടെ.
ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുക. എന്താ കാര്യം? മഞ്ഞ മാത്രമേ ഉള്ളൂ. ഇറച്ചി കിട്ടാത്തതുകൊണ്ട് ഞങ്ങളുടെ പ്രാണൻ ഇപ്പൊ പൊരിഞ്ഞിരിക്കുക. എത്രയോ ദുഃഖകരമായ കാര്യമാണ്. സോ ദേ കംപ്ലൈൻഡ് അബൌട്ട് വാട്ട് ദേ ഹാഡ് ആൻഡ് വാട്ട് ദേ ഡിഡ് നോട്ട് ഹാവ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അവർ ആയതുപോലെ നാം ആകാതിരിക്കേണ്ടതിന് തന്നെ. അവരെ പോലെ നാം ദുർമോഹികൾ ആകരുത്. അവര് ഇറച്ചിക്ക് വേണ്ടി കരയുക. താഴോട്ടുള്ള മോശ അതിനെക്കുറിച്ച് സങ്കടപ്പെടുന്നു, പരാതിപ്പെടുന്നു ഒക്കെയാണ് താഴെയുള്ള ഭാഗം. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. അതിൻ്റെ 18-ാം വാക്യത്തിൽ മിസ്രൈമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞ് യഹോവ കേൾക്കെ കരഞ്ഞുവല്ലോ. പദം പറഞ്ഞ് കരയുക. കരയുമ്പോ എന്തോ പറഞ്ഞോണ്ടാ കരയുന്നേ. മിസ്രൈമിൽ എന്ത് നല്ലതായിരുന്നു അല്ലേ? ചാർജടിയൊക്കെ എന്ത് നല്ലതായിരുന്നു. വൈകോല് തരാതെ ഇഷ്ടി ഉണ്ടാക്കണമെന്ന് എന്ത് നല്ല കാര്യമായിരുന്നു അതൊക്കെ അല്ലേ? അത് പറഞ്ഞാൽ ഇവര് കരയുന്നു. ഇസ്രയേലിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അവരെ ആഗ്രഹിച്ച പോലെ 31 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവരാഗ്രഹിച്ച പോലെ ദൈവം അവർക്ക് ഇറച്ചി കൊടുക്കുന്നതിൻ്റെ ചിത്രമാണ്. അവർക്ക് ദൈവം അവരുടെ ആഗ്രഹം സാധിപ്പിക്കുകയാണ്. 33-ാമത്തെ വാക്യത്തിലുണ്ട്, അവർക്ക് അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഇറച്ചി, ഇഷ്ടംപോലെ കാടയെ ദൈവം അവർക്ക് നൽകി. അപ്പോൾ ഇറച്ചി വേണമെന്ന് പറഞ്ഞു, അവരുടെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു. 106-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. Psalm 106:15. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു. God granted them their desire, but sent leanness upon their soul. അവരപേക്ഷിച്ചത് കൊടുത്തു, പക്ഷേ പ്രാണന് ക്ഷയം അയച്ചു. അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കാട വന്നു, ഒത്തിരി പറന്ന് അവരുടെ ചുറ്റും പറന്നു നിന്നു. 33-ാം വാക്യം. എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചിറക്കും മുമ്പേ തന്നെ യഹോവയുടെ കോപം ജനത്തിന് നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു. ഇറച്ചി വേണമെന്നുള്ളവരുടെ ആഗ്രഹം സാധിച്ചു. പക്ഷെ ആ കൂട്ടത്തിൽ എന്തുകൊണ്ട് നടന്നു? ഒരു മഹാസംഹാരമുണ്ടായി. ചില കമന്റേറ്റേഴ്സ് പറയുന്നത് ഈ കാട വഴി പകരുന്ന ഒരു രോഗം അവർക്ക് വന്നെന്നാണ്. നമുക്കറിയാമല്ലോ, ബാറ്റ് വഴി, വവ്വാൽ വഴി പകരുന്ന രോഗം, കോഴിപ്പനി, പക്ഷിപ്പനി എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. ഇതങ്ങനെയാണോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കമന്റേറ്റർ പറഞ്ഞിരിക്കുന്നത് കാടപ്പക്ഷി വഴി പകരുന്ന ഒരു രോഗം. ഇത്രയും കാട വന്ന് അടിഞ്ഞു, അതിലെല്ലാം സാപ്പിടുക 3 പേര്. അപ്പൊ ഈ കാടപ്പക്ഷി വഴി പകരുന്ന ഒരു രോഗം അതാണോന്ന് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ അതായിരിക്കാം. അത് വന്ന് ഒരു വലിയ പ്ലേഗ് വന്നെന്നാ, വലിയ ഒരു രോഗം അവർക്ക് വന്ന് ഒരു മഹാബാധ കൊണ്ട് അനേകർ മരിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പഠിക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ ഇവിടെയുണ്ട്. ദൈവം നമ്മുടെ ആഗ്രഹം നിർബന്ധം പിടിച്ചാൽ ദൈവം ചിലപ്പോൾ ആഗ്രഹം സാധിപ്പിക്കും. പക്ഷേ ആ ആഗ്രഹം നമ്മുടെ നന്മയ്ക്കായിരിക്കില്ല. ആ ആഗ്രഹത്തോടു കൂടെ വളരെ തന്നെ വളരെ കഷ്ടപ്പാട് നമുക്ക് വന്നെന്ന് വരും. അപ്പോ ദൈവത്തിന്റെ ഹിതത്തിലല്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കാനായിട്ട് പോകരുത്. ദൈവത്തിന്റെ ഹിതത്തിൽ അല്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കാനായിട്ട് പോകരുത്. 78-ാം സങ്കീർത്തനത്തിന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അവിടെ ഈ വിവരണങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അവിടെ അതിൻ്റെ 29-ാം വാക്യത്തിലുണ്ട്, അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീർന്നു, അവൻ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. 31-ാം വാക്യം, ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു, അവരുടെ അതിവിഷ്ടന്മാർ ചിലരെ കൊന്നു, ഇസ്രായേലിലെ യൗവനക്കാരെ സംഹരിച്ചു കളഞ്ഞു. പിന്നീട് നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നാം എന്താ ഇവിടുന്ന് പഠിക്കുന്ന ഒരു പാഠം? നിർബന്ധം പിടിച്ചാൽ ദൈവം തരും. പക്ഷെ തരുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂടെയുള്ള കഷ്ടപ്പാടും അതിൻ്റെ കൂടെയുള്ള ദോഷവും അനുഭവിക്കേണ്ടതായിട്ട് വരും. ദൈവം തൻ്റെ ഹിതത്തിൽ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദൈവഹിതപ്രകാരം എനിക്ക് സംഭവിക്കേണ്ടതാണ് സംഭവിക്കേണ്ടത്. ദൈവഹിതപ്രകാരമുള്ള കല്യാണമാണ് വേണ്ടത്. ദൈവഹിതപ്രകാരമുള്ള പഠിത്തമാണ് പിള്ളേർക്ക് വേണ്ടത്. ദൈവഹിതപ്രകാരമാണ് വിദേശത്ത് പോകണോ ഇവിടെ താമസിക്കണോ തീരുമാനിക്കേണ്ടത്. ദൈവഹിതപ്രകാരമാണ് വീട് പണിയേണ്ടത്. ജീവിതത്തിൽ എല്ലാ കാര്യവും ദൈവഹിതപ്രകാരമാണ് ചെയ്യേണ്ടത്.
അത് നന്മയായി തീരും. അതിനോട് അവൻ ഒരു ദോഷവും കൂട്ടുകയില്ല. ദൈവഹിതപ്രകാരം അവൻ തരുന്ന കാര്യങ്ങളോട് ഒരു ദോഷവും അവൻ കൂട്ടുകയില്ല. എന്നാൽ നമ്മൾ ദുരാഗ്രഹികളായി, ദ്രവ്യാഗ്രഹികളായി നമ്മുടെ ഇഷ്ടം സാധിക്കാനായിട്ട് ഓരോന്നും നിർബന്ധം പിടിച്ചു വാങ്ങിയാൽ അതിൻ്റെ കൂടെ അതിൻ്റെ ബാധയും കൂടെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആഗ്രഹം സാധിപ്പിക്കും, പക്ഷേ അതിൻ്റെ ദോഷവും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും ദൈവം തന്റെ കരുണയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാറില്ല, അല്ലേ? കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം എന്ന് എപ്പോഴും നമ്മൾ പറയും. ഒരു കാര്യം കൂടെ പറയണം, കർത്താവേ, എൻ്റെ ചില പ്രാർത്ഥന നീ കേൾക്കാത്തതിനായ സ്തോത്രം. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു വെക്കുകയും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം അനുഭവിച്ചിരുന്നെങ്കിൽ ഇപ്പം ഇരിക്കുമായിരുന്നു, ഈ നിലയിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും എല്ലാം ദൈവം നമുക്ക് തന്നിരുന്നെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഇന്നായിരിക്കുന്ന സന്തോഷകരമായ നിലയിലായിരിക്കില്ലായിരുന്നു. എൻ്റെ പല ആഗ്രഹങ്ങളും സാധിപ്പിച്ചതിന് സ്തോത്രം, എൻ്റെ പല പ്രാർത്ഥനകളും കർത്താവേ നീ ഉത്തരം തരാഞ്ഞതിന് സ്തോത്രം എന്നാണ് പറയേണ്ടത്. എൻ്റെ നന്മയ്ക്കായിട്ടുള്ളത് മാത്രം എനിക്ക് മതി. ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. നാം നമ്മുടെ സാഹചര്യങ്ങളെ കുറിച്ച് പരാതിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കരുതലിനെ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ നാം ചോദ്യം ചെയ്യുകയാണ്. When we complain about circumstances that God has allowed in our life, we are denying God's providence and we are denying God's care. ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ പരിമിതികളുള്ളതായിരിക്കും, ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, എന്തെങ്കിലും ആകട്ടെ, അതിനെക്കുറിച്ച് നാം പരാതിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കരുതലിനെ നാം ചോദ്യം ചെയ്യുക. ദൈവത്തിന് ഇങ്ങനെ വരാതെ നിർത്താൻ പാടില്ലായിരുന്നോ? ദൈവത്തിന് അവരെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പാടില്ലായിരുന്നോ? എൻ്റെ ജീവിതത്തിൽ വിഷമം ഉണ്ടാകാതെ ദൈവത്തിന് നിയന്ത്രിക്കാൻ പാടില്ലായിരുന്നോ? പിന്നെ എന്താ ദൈവം അത് ചെയ്യാഞ്ഞത് എന്നൊക്കെ നമ്മൾ പറയുക. ദൈവത്തിൻ്റെ കരുതലിനെ നാം ചോദ്യം ചെയ്യുക, ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം ചോദ്യം ചെയ്യുക, ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനിനെ നാം ചോദ്യം ചെയ്യുക. അപ്പോഴാണ് നമ്മൾ പരാതിപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരാതികൾ, പരിതസ്ഥിതികളെ കുറിച്ച് നമ്മുടെ പരാതികൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ എന്താണെന്ന് വ്യക്തമാക്കുകയാണ്. Our complaint about our circumstances reflect our belief about God. Your actions always show your theology. നാം ദൈവത്തെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളത്, നമ്മുടെ തിയോളജി എന്താണെന്നുള്ളത് നമ്മൾ വാഗൊണ്ട് പറഞ്ഞാൽ പോരാ. വാഗൊണ്ട് നമ്മുടെ തിയോളജി എന്താ? ദൈവം നല്ലവൻ, ദൈവം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവൻ, ഒരു ദോഷവും ചെയ്യാത്തവൻ. ഇതാണ് വാഗൊണ്ടുള്ള തിയോളജി. അനുഭവത്തിലെ തിയോളജി എന്താ? നാം എന്ത് പ്രാതികൂല്യങ്ങളിൽ നാം എങ്ങനെ പെരുമാറുന്നു, എന്ത് നിലപാടെടുക്കുന്നു, അതാണ് നമ്മുടെ തിയോളജി. അതാണ് നമ്മുടെ ശരിയായ വേദശാസ്ത്രം. വാഗൊണ്ട് നാം പറയുന്നതല്ല നമ്മുടെ വേദശാസ്ത്രം. ജീവിതത്തിൽ നാം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മുടെ വേദശാസ്ത്രം എന്താണെന്ന് തെളിയിക്കുന്നത്. അപ്പൊ ദൈവം എന്തിനാ കോപിച്ചതെന്ന് നമ്മൾ 3 ഭാഗത്ത് വായിച്ചു. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ദൈവത്തിന്റെ കോപം എത്രയോ ന്യായമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അനിഷ്ടകരമായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാതെ വേണം. ദൈവം കോപിക്കുവാൻ അവസരം കൊടുക്കാതെ വേണം. അവന്റെ കരുതുകാല നന്മകളെ മറക്കാതെ ദൈവത്തിന്റെ കരുതലും അവന്റെ സാന്നിധ്യവും അവന്റെ നന്മകളും എപ്പോഴും ഓർത്ത് നന്ദിയുള്ളവരായി, വിനയമുള്ളവരായി, പെരുപെരുപ്പും വാദവും ഇല്ലാത്തവരായി ദൈവം നമുക്ക് അനുഭവിച്ചിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ നന്മയ്ക്കായിട്ട് അനുവദിച്ചതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് കീഴ്പ്പെട്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കും.